ഗുഡ് ഈവനിങ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ സ്റ്റാൻഡ് ഡയോഡിനെ കുറിച്ച് നമ്മളൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യേണ്ട സ്റ്റാൻഡ് ഡയോഡ് എങ്ങനെയാണ് ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു സ്റ്റാൻഡ് ഡയോഡിന്റെ മേജർ ആപ്ലിക്കേഷൻ സ്റ്റാൻഡ് ഡയോഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോലും എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഒരു വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ എന്ന പ്രോപ്പർട്ടിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? സ്റ്റാൻഡ് ഡയോഡ് നമ്മൾ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻപുട്ട് വോൾട്ടേജിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് മീൻസ് നമ്മൾ സെനറിൽ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് നമ്മുടെ ആപ്ലിക്കേഷന്റെ എന്താ അത് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് അവിടെ. ഓക്കെ, നമ്മൾ റെക്ടിഫയർ ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് അതിലുണ്ടാകുന്ന ആ ഒരു വേരിയേഷൻ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വേരിയേഷൻസ് മാറ്റുക. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധാരണ സ്റ്റാൻഡേർഡ്സ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് സ്റ്റെബിലൈസർ എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം, വേരിയേഷൻസ് വരാം. ചിലതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്. ഓക്കെ, നമ്മളിപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എന്തെങ്കിലും വേരിയേഷൻസ് കൊടുക്കുന്നു, ഫ്ലക്ച്വേഷൻസ് കാരണം എന്ത് ചെയ്യും, അവിടെ നമുക്ക് വേരിയേഷൻസ് വരാറുണ്ട്. ചില സമയത്ത് നമ്മുടെ ലോഡിൽ എന്തെങ്കിലും മാറ്റം വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് വേരിയേഷൻസ് വരാം. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെനർ ഡയോഡിൽ വോൾട്ടേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയേഷൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെനറിന്റെ വോൾട്ടേജ് എന്നല്ല, സെനറിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് വേരിയേഷൻസ് വരാം. ബട്ട് അത് എന്ത് ചെയ്യും, നമ്മൾ സെനർ ഡയോഡ് റെക്ടിഫൈ ചെയ്താൽ ഔട്ട്പുട്ട് നമുക്ക് അവിടെ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമായി നോക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്കറിയാം പൾസേറ്റിംഗ് ഡി സി ആണ്. ഓക്കെ, കറക്റ്റ് ഒരു ഡി സി മാത്രമല്ല, അതിൽ പൾസേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം പൾസേഷൻസ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇത്തരം പൾസേഷൻസ് വരുന്ന കാരണം നമുക്ക് ചിലപ്പോൾ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യാം, അവിടെ വേരിയേഷൻസ് ഉണ്ടാകും. ഓക്കെ, ഔട്ട്പുട്ടിൽ ചില സമയത്ത് എന്ത് ചെയ്യും, വേരിയേഷൻസ് വരാം. അപ്പോൾ അത് നമ്മുടെ ഡിവൈസിലേക്ക് എന്ത് അഫക്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു 6 വോൾട്ട് ഔട്ട്പുട്ടിൽ കിട്ടേണ്ട ഒരു ഡിവൈസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഓക്കെ, 6 വോൾട്ട് ഔട്ട്പുട്ടിൽ കിട്ടണം എന്ന ഉദ്ദേശത്തോടെ ഒരു ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബട്ട് അവിടെ എന്തായിരിക്കില്ല, 6 വോൾട്ട് ആയിരിക്കത്തില്ല, ചിലപ്പോൾ 6.2 ആവും, ചില സമയത്ത് 5.8 ആവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്പൈക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഡിവൈസിൽ അവിടെ കംപ്ലൈന്റ് ആവും, പ്രോപ്പർ ആയിട്ട് അവിടെ വർക്ക് ചെയ്യത്തുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ നമ്മൾ സെനറിയോസ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനൊരു സർക്യൂട്ട് ഡയഗ്രമാണ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ സെനർ ഡയോഡിനെ റിവേഴ്സ് ബയാസിംഗ് കണക്ട് ചെയ്തിരിക്കും. പിന്നെ നമുക്കൊരു ലോഡ് റെസിസ്റ്റർ വരുന്നുണ്ട്. ലോഡ് റെസിസ്റ്ററിനെ ക്രോസ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. ദെൻ സെനറിന്റെ ഇൻപുട്ടിൽ നമ്മൾ ഒരു ആർ എസ് എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ ആണ്. കാരണം നമ്മൾ സെനർ ഡയോഡിനെ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന ഒരു അൺസ്റ്റേബിലൈസ്ഡ് ആയിട്ടുള്ള ഡി സി വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇൻപുട്ടിൽ ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെനറിന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അവിടെ നമുക്ക് കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ such as standard diode is reverse bias. If the input voltage decreases, the current through the RS and standard also increases. Okay, അപ്പോൾ നമ്മളവിടെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, നമ്മൾ സെനറിനെ ക്രോസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് അവിടെ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കാം, അവിടെ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ആ ആർ എസ് എന്ന് പറയുന്ന റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് കറണ്ട് വോൾട്ടേജ് എന്ത് ചെയ്യും, അവിടെ ഇൻക്രീസ് ചെയ്യും, കറണ്ട് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ സെനർ ഡയോഡിന് എന്ത് ചെയ്യും, അവിടെ ആ ഒരു ഇൻക്രീസിങ് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ നമ്മുടെ ആർ എസിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് വരുവാണെങ്കിൽ, ഓക്കെ, ആർ എസിന് അക്രോസ് ആയിട്ടാണ് എന്തെങ്കിലും വോൾട്ടേജ് ഡ്രോപ്പ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ സെനറിൽ എന്ത് ചെയ്യത്തില്ല, ഇതോട് വലുതായിട്ടൊരു എഫക്റ്റ് അവിടെ വരില്ല. കാരണം സെനറിന് അക്രോസ് ആയിട്ട് എപ്പോഴും എന്തായിരിക്കും, വോൾട്ടേജ് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം കറണ്ട് അവിടെ കൂടിക്കഴിഞ്ഞാൽ, ഓക്കെ, കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് സെനർ അവിടെ എന്തായിരിക്കും, ബ്രേക്ക് ഡൗൺ റീജിയനിൽ, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ മെക്കാനിക്സിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ ബ്രേക്ക് ഡൗൺ റീജിയനിൽ നമ്മുടെ സെനർ വർക്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദ സെനർ ഡയോഡ് വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് ഈവൻ ദോ ദ കറണ്ട് ത്രൂ ദ സെനർ ഡയോഡ് ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ സെനറിന്റെ കറണ്ട് എന്ത് വേരിയേഷൻ വന്നാലും, സെനർ കറണ്ടിൽ എന്ത് വേരിയേഷൻ വന്നാലും സെനറിന്റെ വോൾട്ടേജ് എന്തായിരിക്കും, അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സെനർ ഡയോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ച സമയത്ത് നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ആ റിവേഴ്സ് ബയാസിംഗിൽ കറണ്ട് നമ്മൾ കൂട്ടിക്കൂട്ടി പോകുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ നമ്മുടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തുന്ന സമയത്ത് വെച്ചിട്ട് എന്ത് സംഭവിക്കുകയാണ്, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തുന്ന സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ അവിടെ എന്ത് ചെയ്യണം, അത് കോൺസ്റ്റന്റ് ആയിട്ട് തുടരുവാണ്. വോൾട്ടേജ് പിന്നെ എന്ത് ചെയ്യുന്നില്ല, വേരിയേഷൻ അവിടെ സ്ലൈറ്റ് വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. വലിയൊരു ചേഞ്ച് അവിടെ കാണിക്കുക, ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. Then the center voltage remains constant even though current through the center diode changes. Similarly, if the input voltage decreases, the current through RS and the center also decreases. Okay, the voltage across RS decreases without change in voltage across the center diode. അപ്പോൾ നമ്മുടെ ആർ എസ് എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റർ, ഓക്കെ, നമ്മൾ സീരീസ് റെസിസ്റ്ററോട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ഈ ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജ് ഡിക്രീസ് ആയാലും,
ഓക്കെ. അപ്പോൾ സെനറിന് അക്രോസ് ആയിട്ട് എന്തായിരിക്കും? അവിടെ നമുക്കൊരു ചേഞ്ചും അവിടെ വരുന്നില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ഇൻപുട്ട് വോൾട്ടേജ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RS വിത്തൗട്ട് ചേഞ്ച് ഇൻ വോൾട്ടേജ് അക്രോസ് സെനർ ഡയോഡ്. ഓക്കെ. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ RS എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്താലും, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്താലും അവിടെ സെനറിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഓക്കെ. വോൾട്ടേജ് എന്ത് ചെയ്യുന്നില്ല? അവിടെ വേരി ചെയ്യുന്നില്ല. ഓക്കെ. ദസ് സെനർ ഡയോഡ് ആക്ട് ആസ് എ വോൾട്ടേജ് സ്റ്റെബിലൈസർ. We have to select the senator according to the required output and according to the സീരീസ് റെസിസ്റ്റൻസ് RS. ഓക്കെ. അപ്പോൾ അതായത് നമുക്ക് സെനർ ഡയോഡ് മാർക്കറ്റിൽ പല റേഞ്ചസിൽ, പ്രൈസ് റേഞ്ചസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതാണോ ആവശ്യം, ഓക്കെ, നമ്മുടെ ആവശ്യം ഏതാണോ അതനുസരിച്ചിട്ടുള്ള സെനർ ഡയോഡ്സ് എന്ത് ചെയ്യാം? നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് 6 വോൾട്ടിന്റെ സെനറാണ് വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 6 വോൾട്ടിന്റെ സെനർ നമ്മൾ അവിടെ ചൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട്, ഓക്കെ, നമുക്ക് ഏത് വാല്യൂലുള്ള സെനറാണോ ആവശ്യം ആ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെനർ ഡയോഡുകൾ നമ്മൾ അവിടെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം നമുക്കിപ്പോൾ 6 വോൾട്ട് വേണമെങ്കിൽ 6 വോൾട്ട് ചൂസ് ചെയ്യുക. ഓക്കെ. നമ്മൾ എത്രയാണോ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും എന്ത് സംഭവിക്കുന്നത്? അതനുസരിച്ചുള്ള സെനർ വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ 12 വോൾട്ട് എടുത്താൽ 12 വോൾട്ടിന്റെ സെനർ എടുക്കും. അതായത് 12 വോൾട്ട് ആണെങ്കിൽ 12 വോൾട്ട് സപ്ലൈന് യൂസ് ചെയ്യേണ്ടേ. വെറുതെ നമ്മളിപ്പോൾ 6 വോൾട്ട് സപ്ലൈ കൊടുത്ത് 12 വോൾട്ട് കിട്ടുമെന്ന് വിചാരിക്കില്ലേ. ഓക്കെ. അറിയാലോ അത്. അപ്പോൾ നമ്മൾ 12 വോൾട്ടിന്റെ പവർ സപ്ലൈ റിലേറ്റ് ചെയ്യണമെങ്കിൽ 12 വോൾട്ടിന്റെ സെനർ കൊടുക്കുക. ചെറിയ വേരിയേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? അവിടെ എഫക്റ്റ് ആംപ്ലിഫൈ ചെയ്ത് പോകും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് സെനർ ഡയോഡിന്റെ വോൾട്ടേജ് സ്റ്റെബിലൈസർ എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ദെൻ അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഫിഗർ ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട RS എന്ന് പറയുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. RSന്റെ റെസിസ്റ്റൻസ് വാല്യൂ, അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ വെറുതെ ഏതെങ്കിലും ഒരു സെനർ മാത്രം ചൂസ് ചെയ്താൽ പോരാ, നമ്മൾ എന്തുകൂടി ചൂസ് ചെയ്യണം? അവിടെ വയ്ക്കുന്ന ആ ഒരു RS എന്ന് പറയുന്ന കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് കൂടി വാല്യൂ നമ്മൾ അവിടെ ഒന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ അത് ചൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് ഇവിടെ നോക്കുക, നമ്മുടെ ക്രിസ്റ്റോഫിന്റെ ലോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ക്രിസ്റ്റോഫിന്റെ ലോ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു കറണ്ട് വരുന്നുണ്ട്. കറണ്ട് വരുന്ന സമയത്ത് ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ജംഗ്ഷനിൽ നിന്ന് എത്ര ലൂപ്സ് പോകുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര ബൈ സെക്ഷൻസ് പോകുന്നുണ്ടോ അതിലോട്ട് എന്ത് ചെയ്യും? കറണ്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ. അതായത് I എന്ന് പറയുന്ന കറണ്ട് ഇവിടെ എൻട്രി ചെയ്യുന്നു. IL എന്നും IZ ആയിട്ടും എന്ത് ചെയ്യണം? I എന്ന് പറയുന്ന കറണ്ട് അവിടെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. ഓക്കെ. I എന്ന് വെച്ചാൽ കറണ്ട് അവിടെ IL ആയിട്ടും IZ ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ടോട്ടൽ കറണ്ട് I is equal to IZ plus IL. ഓക്കെ. ടോട്ടൽ കറണ്ട് I is equal to IZ plus IL ആണ്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, വോൾട്ടേജ് നോക്കുന്ന സമയത്തോ വോൾട്ടേജ് എങ്ങനെയായിരിക്കും? നമുക്കവിടെ VI എന്ന് പറയാം. ഓക്കെ. ഇൻപുട്ട് വോൾട്ടേജ് എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്? ഇൻപുട്ട് വോൾട്ടേജ് അവിടുത്തെ സെനർ വോൾട്ടേജ് ആയിട്ടും I ഇൻറ്റു RS. ഓക്കെ. I ഇൻറ്റു RS മീൻസ് ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. ഓക്കെ. RLന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എത്ര തന്നെയാണ്? VZ എന്ന് വെച്ചാൽ വോൾട്ടേജ് തന്നെയാണ് RLനും വരുന്നത്. കാരണം അത് പാരലൽ കോമ്പിനേഷനിലാണ് നിൽക്കുന്നത്. മറ്റേ രണ്ടും സീരീസ് കോമ്പിനേഷനിലെ. സോ അവിടെ എന്ത് സംഭവിക്കാം? കറണ്ട് വോൾട്ടേജ് എന്ത് ചെയ്യാം? അവിടെ ഡിവൈഡ് ചെയ്യാം. സോ VI is equal to VZ പ്ലസ് I ഇൻറ്റു RS നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ അവിടുത്തെ ടോട്ടൽ കറണ്ട് ഐയുടെ വാല്യൂന്റെ കൂടെ I is equal to IZ പ്ലസ് IL എന്ന് കൊടുക്കുവാണ്. ദാറ്റ് ഇസ് VZ പ്ലസ് IZ പ്ലസ് IL ഇൻറ്റു RS നിന്ന് നമുക്ക് അവിടെ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ RSന്റെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് RSന്റെ വാല്യൂ കിട്ടുന്നു. RSന്റെ വാല്യൂ എന്താ പറയുന്നത്? RS is equal to VI മൈനസ് VZ ഡിവൈഡ് ബൈ IZ പ്ലസ് IL ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂയിൽ നിന്നും RS കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ ഈ V0 എന്ന് പറയുന്ന വോൾട്ടേജ് എന്ത് തന്നെയാണ്? V0 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഒരു 6 വോൾട്ടിന്റെ സെനർ വെച്ച് കഴിഞ്ഞാൽ 6 വോൾട്ടേ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ. 6 വോൾട്ടിന്റെ സെനർ വെക്കുന്നുണ്ടെങ്കിൽ എന്തേ കിട്ടുള്ളൂ? 6 വോൾട്ടേ നമുക്ക് ഔട്ട്പുട്ടിൽ അവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ V0 എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ്? VZ ഇക്വലന്റ് ആണ്. സോ നമുക്ക് അവിടെ അത് വെച്ച് അവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെ ഞാൻ VZ is equal to V0 എന്ന് പറയുന്നുണ്ട്. സോ VZ is equal to 6 വോൾട്ടും IL ഒരു 4 മില്ലി ആംപിയറും വെച്ച് സെറ്റ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, VA 10 വോൾട്ടും IZ ഒരു, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സെനറിന്റെ കറണ്ട് എന്ന് വെച്ചാൽ 20 മില്ലി ആംപിയറും ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട റെസിസ്റ്റൻസ് എത്രയായിരിക്കും? RS is equal to 10 minus 6 divided by 24 into 10 raised to minus 3. നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ അവിടെ ഒബ്റ്റെയിൻ ചെയ്യാം. 167 ഓം ആണ് അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതവിടെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട്
സാധിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് സെറണ്ടർ ഡയോഡ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? ഇത് തന്നെ വേണമെന്നില്ല. അവിടെ നമുക്കിപ്പോൾ കാൽക്കുലേഷനിൽ എന്താണ് തന്നിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഓക്കെ. ഇപ്പോഴത്തെ കേസിലാണെങ്കിൽ അവിടെ പറഞ്ഞത് എന്താണ്, 6 വോൾട്ട് ആണ് അവിടെ കൊടുക്കുന്നതെന്ന്. ഓക്കെ. നെക്സ്റ്റ്, ഇതൊരു ഇക്വിവലന്റ് സർക്യൂട്ട് ആണ്. ഓക്കെ. ഇക്വിവലന്റ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നോർമൽ സർക്യൂട്ട് ആണ് നമ്മൾ തൊട്ട് മുൻപേ കണ്ടത്. ഓക്കെ. ഒരു സെറണ്ടയുണ്ട്, നോർമൽ സർക്യൂട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നോർമൽ സർക്യൂട്ടിൽ എന്തായിരിക്കും, റെസിസ്റ്റൻസ് ഉണ്ടാവും, സെറണ്ടർ ഡയോഡ് ഉണ്ടാവും, അതിനൊരു ഔട്ട്പുട്ട് റെസിസ്റ്റർ അവിടെ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു കേസിൽ നമ്മുടെ ഒരു ഇക്വിവലന്റ് സർക്യൂട്ട് എന്ന് പറയുന്ന കേസിൽ എന്താണ്, ഇക്വിവലന്റ് സർക്യൂട്ട് ആവുന്ന സമയത്ത് അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സെനർ ഡയോഡിനെ എന്ത് ചെയ്യും, നമ്മൾ അവിടുന്ന് റീപ്ലേസ് ചെയ്യും. ഓക്കെ. സെനറിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്താക്കി മാറ്റും, ആ സെനറിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ഇക്വിവലന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബാറ്ററി ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് ഇക്വിവലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. നമുക്കത് അനാലിസിസിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ആ ഒരു രീതി നമ്മൾ അവിടെ ചെയ്യുന്നത്. എന്ത് ചെയ്യും, നമ്മളവിടെ സെനറിനെ പതുക്കെ റിമൂവ് ചെയ്തിട്ട് സെനർ വോൾട്ടേജിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി നമ്മൾ എന്ത് ചെയ്യും, അവിടെ പ്ലേസ് ചെയ്യും. കാരണം നമുക്കിവിടെ DC സോഴ്സ് കിട്ടണം. അപ്പോൾ DC സോഴ്സ് കറക്റ്റ് ആയിട്ടുള്ള DC കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു we are connecting a battery equivalent to the that is the voltage same as that of the Zener diode. Okay, Zener diode equivalent ആയിട്ട് അല്ലെങ്കിൽ സെയിം ആയിട്ട് വരുന്ന വോൾട്ടേജ് ഉള്ള ബാറ്ററി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെനർ ഡയോഡ് നമ്മൾ അവിടെ സർക്യൂട്ട് എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്. ഓക്കെ. Solving the Zener diode circuit means determining the various unknown quantities in the circuit using Kirchhoff law and known quantities. അതായത് നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റീസും ക്രിച്ചോഫ് ലോസും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അറിഞ്ഞൂടാത്ത ഫാക്ടേഴ്സ് ഇതിൽ നിന്നും സ്റ്റഡി ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ സോൾവിംഗ് ദ Zener diode circuit ഓർ അനാലിസിങ് ദ Zener diode circuits എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ അത് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം, നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് വെദർ Zener diode ഈസ് ഇൻ ഓൺ സ്റ്റേറ്റ് ഓർ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ. Zener diode ഓൺ സ്റ്റേറ്റിലാണോ ഓഫ് സ്റ്റേറ്റിലാണോ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ചെക്ക് ചെയ്യണം. സെനർ ഓൺ സ്റ്റേറ്റ് ആണോ ഓഫ് സ്റ്റേറ്റ് ആണോ അറിയണമെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം, നമ്മളവിടെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതവിടെ ഓൺ സ്റ്റേറ്റിലായിരിക്കും. ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, ഇതവിടെ ഓഫ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് സെനർ ഓൺ സ്റ്റേറ്റിലാണോ ഓഫ് സ്റ്റേറ്റിലാണോ അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ചെക്ക് വിത്ത് അവിടെ പവർ സപ്ലൈ ഉണ്ടെങ്കിൽ ഓൺ ആയിരിക്കും, ഇല്ലെങ്കിൽ എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ സെക്കൻഡ്ലി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത് ഓൺ സ്റ്റേറ്റിലാണെങ്കിൽ, ഓക്കെ, ഓൺ സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെനർ ഓൺ സ്റ്റേറ്റിലാണെങ്കിൽ നമ്മൾ ആ ബാറ്ററി വോൾട്ടേജ് എന്ത് ചെയ്യുക, ആ സെനറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി വെച്ച് അത് എന്ത് ചെയ്യുക, അവിടെ റീപ്ലേസ് ചെയ്യുക. ഓക്കെ. ദ സെനർ ഡയോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ബാറ്ററി ഓഫ് വോൾട്ടേജ് VZ. ഇപ്പോൾ സെനർ 6 വോൾട്ട് ആണെങ്കിൽ 6 വോൾട്ടിന്റെ ബാറ്ററി വയ്ക്കുക, 10 വോൾട്ട് ആണെങ്കിൽ 10 വോൾട്ടിന്റെ ബാറ്ററി വെക്കുക. ഓക്കെ. എത്ര വോൾട്ടേജ് ആണോ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ദെൻ ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണ്ട, അവിടെ ഒന്നും കണക്ട് ചെയ്യണ്ട, വെറുതെ എന്ത് ചെയ്യുക, ഫ്രീ ആക്കി വിട്ടിക്കുക. ഇപ്പോൾ ഒരു സെനർ ഓഫ് ആയിരിക്കുക മീൻസ് എന്താണ്, അവിടെ കറണ്ട് കണക്ഷൻ ഒന്നും ഇല്ല. ഓക്കെ. വെറുതെ ഇരിക്കുവാണ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഓഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കണക്ട് ചെയ്യേണ്ട, വെറുതെ അങ്ങ് വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഇതിനകത്തോട്ട് ഓംസ് ലോ അപ്ലൈ ചെയ്ത്, ഓക്കെ, ഓംസ് ലോ നമുക്കറിയാം, അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോൾട്ടേജും കറണ്ടും എന്തായിരിക്കും, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്ത് അവിടുത്തെ അൺനോൺ ക്വാണ്ടിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിന് 1-2 കേസസ് ആയിട്ട് അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ 1-2 കേസസ് ആയിട്ട് നമ്മൾ അവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഡിവിഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ 1-2 കേസസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് VAയും അതുപോലെ തന്നെ ലോഡ് റെസിസ്റ്റർ എന്ത് ചെയ്യുന്നു, അവിടെ ഫിക്സ് ചെയ്യുന്നു. മനസ്സിലായോ എന്താണെന്ന്, ഇൻപുട്ട് വോൾട്ടേജ് അവിടെ വേരി ചെയ്യുന്നില്ല, ലോഡ് റെസിസ്റ്റർ ഉണ്ടല്ലോ, ലോഡ് റെസിസ്റ്റർ എന്ത് ചെയ്യണം, അവിടെ ഫിക്സ് ചെയ്യണം. അതായത് RLന്റെ വാല്യൂ എന്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ അവിടെ വേരി ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, സെനറിന്റെ സ്റ്റേറ്റ് നമ്മളവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ. സെനറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫൈൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ സെനർ. ഓക്കെ. അപ്പോൾ നമ്മൾ ആ സർക്യൂട്ടിൽ നിന്നും എന്ത് ചെയ്യും, സെനറിനെ അവിടെ റിമൂവ് ചെയ്യും. ഓക്കെ. ഒന്നാമത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെനറിനെ ആ സർക്യൂട്ടിൽ നിന്നും റിമൂവ് ചെയ്യുക. ആൻഡ് ദ വോൾട്ടേജ് V അക്രോസ് ദ റിസൾട്ടിംഗ് ഓപ്പൺ സർക്യൂട്ട് ഈസ് ഷോൺ ബിലോ. ഓക്കെ. അപ്പോൾ നമ്മൾ ആ സെനറിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. സെനർ റിമൂവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യും. അപ്പോൾ സെനർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ബാറ്ററി കണക്ട് ചെയ്യണോ, കണക്ട് ചെയ്യണ്ട, എന്ത് ചെയ്താൽ മതി, ഫ്രീ ആക്കി വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ സെനറിനെ റിമൂവ് ചെയ്തതിന് ശേഷം ഉള്ള 2 സർക്യൂട്ട്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ഒന്ന് സെനർ ഉള്ള സർക്യൂട്ടും മറ്റൊന്ന് സെനർ വയ്ക്കാത്ത സർക്യൂട്ടും.
അപ്പോൾ സെനർ അവിടെ സർക്യൂട്ടിൽ വെച്ചിട്ടില്ല എങ്കിൽ നമുക്കൊരു ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ് കിട്ടുന്നത്? നമുക്ക് അവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ആർ പ്ലസ് ആർ എൽ. ഓക്കെ, കാരണം ഇവിടെ ഞാനിപ്പോൾ സീരീസ് റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് എത്രയാണ്? ആറാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആർ എസ് എന്നോ ആർ എന്നോ വിളിക്കാം. ഓക്കെ, ആർ പ്ലസ് ആറിൽ നിന്ന് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് ഈ ഒരു സർക്യൂട്ടിനെ സംബന്ധിച്ച് ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണ്? ആർ പ്ലസ് ആറിലാണ്. ഓക്കെ, ആർ പ്ലസ് ആറിലാണ് അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് നിൽക്കുന്നു. നമ്മളിപ്പോൾ സെനർ അവിടെ വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, സെനർ ഞാൻ പ്ലേസ് ചെയ്തിട്ടില്ല. സെനറിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സെനർ അവിടെ പ്ലേസ് ചെയ്തിട്ടില്ല, ഇപ്പോൾ കണ്ടോ, ഫ്രീ ആക്കി വെച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അവിടെയുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് ആർ പ്ലസ് ആറിലാണെങ്കിൽ അവിടെ ഡ്രോൺ ചെയ്യുന്ന കറണ്ട് അല്ലെങ്കിൽ ആ ഇൻപുട്ട് സോഴ്സിൽ നിന്നും ഈ ഒരു സർക്യൂട്ട് വലിച്ചെടുക്കുന്ന കറണ്ട്, ഓക്കെ, ഡ്രോൺ ചെയ്യുന്ന കറണ്ട് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഐ ഈസ് ഈക്വൽ ടു വി ഐ ബൈ ആർ പ്ലസ് ആർ എൽ. ഓക്കെ, ആർ പ്ലസ് ആറിലാണ് എന്താ അവിടുത്തെ കറണ്ട് എന്ന് ആർ പ്ലസ് ആറില വി ഐ ഈസ് ഈക്വൽ ടു വി ഐ ബൈ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആറിലാണ് അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് കറണ്ട് ഐ പാസസ് ത്രൂ ദ ലോഡ് റെസിസ്റ്റൻസ് ഡെവലപ്പിംഗ് എ വോൾട്ടേജ് വി സീറോ. അപ്പോൾ ഈ ഒരു കറണ്ട് നമ്മുടെ ലോ റെസിസ്റ്ററിൽ കൂടി പോകുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? വി സീറോ എന്ന് പറയുന്നത് വോൾട്ടേജ്, കാരണം ഇതല്ലേ അവിടെ നിന്ന് ഡ്രോൺ ചെയ്യുന്നത്. എത്രത്തോളം വലിക്കുന്നുണ്ടോ അതായിരിക്കും ഇവിടെ കാണുന്നത്, ഔട്ട്പുട്ടിൽ നമ്മൾ അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് വലിച്ചെടുത്തതിന് ശേഷം അതെവിടെ ഡ്രോപ്പ് ആവും? നമ്മുടെ ആ ഔട്ട്പുട്ട് റെസിസ്റ്ററിന്റെ അക്രോസ് ആയിട്ട് അവിടെ എന്ത് ചെയ്യും? അതവിടെ ഡ്രോപ്പ് ആവും. ഓക്കെ, അപ്പോൾ അതാണ് വി സീറോ എന്ന് പറയുന്ന കറണ്ട്. വി സീറോ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എൽ. ഓക്കെ, ദെൻ നമുക്ക് അവിടെ ഐക്ക് നമ്മൾ തൊട്ട് മുൻപേ ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഐ എത്രയാണ്? ഐ ഇസ് ഈക്വൽ ടു വി ഐ ബൈ ആർ പ്ലസ് ആർ എൽ. അപ്പോൾ ഞാനത് വി സീറോയുടെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വി സീറോ ഇസ് ഈക്വൽ ടു വി ഐ ഇൻറ്റു ആർ എൽ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ എൽ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ദ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് വി, ദാറ്റ് ഇസ് വി ഇസ് ഈക്വൽ ടു വി സീറോ. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? വി സി ഈക്വൽ ടു വി സീറോ എന്ന് കിട്ടും. ഓക്കെ, ഇനി വിയുടെ വാല്യൂ സെൻട്രൽ വോൾട്ടേജിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ, ഓക്കെ, നമ്മളിപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നു. സെനറിന് ഒരു മിനിമം വോൾട്ടേജ് ഉണ്ട്. ആ മിനിമം വോൾട്ടേജ് ഉണ്ടെങ്കിൽ സെനർ ബ്രേക്ക് ഡൗൺ റീജിയനിൽ വർക്ക് ചെയ്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? സെനർ ഓൺ സ്റ്റേറ്റിലാണെങ്കിൽ, ഓക്കെ, അതായത് വി ഇസഡിന്റെ വാല്യൂവിനെ കാട്ടിയും കൂടുതലോ ഈക്വലോ ആയിട്ട് വി വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സെനർ ആ ഒരു സമയത്ത് ഓൺ സ്റ്റേറ്റിലാണ് നമുക്കിവിടെ പറയാൻ പറ്റും. ഓക്കെ, ദ സെനർ ഈസ് സെഡ് ടു ബി ഇൻ ഓൺ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ സെനർ ഓൺ ആയോ നമ്മൾ എന്ത് ചെയ്യണം? സെനർ ഓൺ ആവുന്ന സമയത്ത് നമ്മളവിടെ എന്ത് ചെയ്യണം? സെനറിനെ മാറ്റി നമ്മൾ നേരത്തെ റീപ്ലേസ് ചെയ്യാതെ മാറ്റി വെച്ചിരുന്നു. ഓക്കെ, സെനറിനെ റീപ്ലേസിന് എന്ത് വെച്ചിട്ടാണ്? ഒരു ബാറ്ററി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. എ സെനർ ഈസ് റീപ്ലേസ്ഡ് വിത്ത് എ ബാറ്ററി സോഴ്സ്. ഓക്കെ, ബാറ്ററി സോഴ്സുമായിട്ട് റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ സെനർ അവിടെ കണക്ട് ചെയ്യുന്ന സമയത്ത് സെനറും എന്ത് ചെയ്യും? കുറച്ച് കറണ്ട് ഡ്രോൺ ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യും? സെനറും കുറച്ച് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡ്രോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രോൺ ചെയ്യുന്ന കറണ്ടും പിന്നെ ലോഡ് റെസിസ്റ്റർ കൊടുക്കുന്ന കറണ്ടും, അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ ആ സർക്യൂട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ എന്തൊക്കെയാണ് സ്പ്ലിറ്റ് ആവുന്നുണ്ട്? ഐയുടെ വാല്യൂ ഐ ഇസഡ് എന്നും ഐ എൽ എന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സ്പ്ലിറ്റ് അപ്പ് ആവുന്നുണ്ട്. ഓക്കെ, ഐയുടെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഐ ഇസ് ഈക്വൽ ടു ഐ ഇസഡ് പ്ലസ് ഐ എൽ എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ആവുന്നു. അപ്പോൾ സെനർ വലിക്കുന്ന കറണ്ട് എത്രയാണ്, അല്ലെങ്കിൽ സെനർ ഡ്രോൺ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ മൈനസ് ഐ എൽ എന്ന് കിട്ടും. ഓക്കെ, ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ മൈനസ് ഐ എൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഐ എൽ എന്ന് പറയുന്നത് എന്താണ്? ഐ എൽ എന്ന് പറയുന്നത് അവിടുത്തെ ലോഡ് കറണ്ട് ആണ്. ഓക്കെ, ലോഡ് കറണ്ട്. അപ്പോൾ ലോഡ് കറണ്ട് നമുക്ക് ലോഡ് റെസിസ്റ്റൻസിന്റെയും ലോഡ് വോൾട്ടേജിന്റെയും ടേംസിൽ മാറ്റിക്കൂടെ? ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ ടു എന്താണ്? ഐ എൽ ഇസ് ഈക്വൽ ടു വി സീറോ ബൈ ആർ എൽ ആണ്. ഓക്കെ, വി സീറോ ബൈ ആർ എൽ. അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു ഇൻപുട്ട് വോൾട്ടേജ് എന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജിന്റെ കേസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് ഇതിൽ ഈ ഒരു ഇക്വേഷൻ വേണ്ട, ഈ ഒരു ഇക്വേഷൻ നോക്കി, വി ഐ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ പ്ലസ് ഐ എൽ ഇൻറ്റു ആർ. ഓക്കെ, ഐ ഇൻറ്റു ആർ പ്ലസ് ഐ എൽ ഇൻറ്റു ആർ എൽ ഒബ്റ്റെയിൻ ചെയ്യാം. വി ഐ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ പ്ലസ് വി സീറോ. ഓക്കെ, വി ഐ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ പ്ലസ് വി സീറോ നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഐയുടെ വാല്യൂ എടുത്തൂടെ? ഐയുടെ വാല്യൂ ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? ഐ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി സീറോ ഡിവൈഡ് ബൈ ആർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി സീറോ ഡിവൈഡ് ബൈ ആർ. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് ദാറ്റ് ഇസ് ഐ, ഇൻപുട്ടിൽ കൊടുക്കുന്ന കറണ്ട് ഐ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് വി സീറോ ഡിവൈഡ് ബൈ ആർ. ഇനി നമ്മുടെ സെനർ ഓൺ സ്റ്റേറ്റിലാണെങ്കിൽ സെനർ എന്ത് ചെയ്യും? കറണ്ട് കൺസ്യൂം ചെയ്യും.
കറണ്ട് കൺസ്യൂം ചെയ്യുന്ന പവർ എന്ത് ചെയ്യും? അവിടെ ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. ഓക്കെ, പവർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പവർ ഡിസിപ്പേറ്റ് ചെയ്യുമ്പോൾ സെൻസർ ഓൺ സ്റ്റേറ്റിലാണ്. ഓൺ ആവുന്ന സമയത്തല്ലേ ഒരു പവർ വലിക്കത്തുള്ളൂ. അപ്പോൾ പവർ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നെങ്കിൽ എത്ര പോകും? പി ഇസഡ്. കാരണം സെൻട്രലിൽ നിന്ന് പോകുന്ന കറണ്ട് വേണ്ടി നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? പി ഇസഡ് എന്ന് വിളിക്കുന്നുണ്ട്. ദാറ്റ് ഇസ് പി ഇസഡ് ഈസ് ഈക്വൽ ടു എത്ര ആയിട്ടും? പി ഇസഡ് ഈസ് ഈക്വൽ ടു വി ഇസഡ് ഇൻറ്റു ഐ ഇസഡ്. അത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. വി ഇസഡ് ഇൻറ്റു ഐ ഇസഡ് ആണ് പവറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതവിടെ നോക്കുക. എന്താണ് മനസ്സിലായത്? അവിടെ നമുക്ക് സെനറിന്റെ നമ്മൾ എന്ത് പറയുന്നു? ഈ ഒരു സ്റ്റേറ്റിൽ എങ്ങനെയാണ്? നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജും ലോഡ് റെസിസ്റ്ററും എന്താണ് ഇപ്പോൾ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ലോഡും ഇൻപുട്ട് വോൾട്ടേജും ഫിക്സ്ഡ് ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പവർ ഡിസിപ്പേഷനും അതുപോലെ തന്നെ അതിന്റെ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഇവിടെ ഡിറ്റർമിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റിൽ നമ്മൾ സെനറിനെ ഓപ്പൺ സ്റ്റേറ്റ് ആക്കി വെച്ചിരുന്നു. സെനർ അവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല. ഓപ്പൺ സർക്യൂട്ട് ആയിരുന്നു. ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിലോ സെനർ ഓൺ ആകുന്നെങ്കിൽ സെനർ ഓൺ ആകുന്ന കണ്ടീഷൻ എന്താണ്? വി ഇസഡിന്റെ വാല്യൂവിനെക്കാട്ടിയും കൂടുതലാവണം വി ഇൻപുട്ട് വോൾട്ടേജിന്റെ വാല്യൂ. സോ വി ഈസ് ഗ്രേറ്റർ ദാൻ വി ഇസഡ് ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് അവിടെ സെനർ ഓൺ സ്റ്റേറ്റിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ സെനർ ഓൺ സ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? വെൻ ഇറ്റ് ഈസ് ഇൻ ഓൺ സ്റ്റേറ്റ് വി ക്യാൻ റീപ്ലേസ് ഇറ്റ് വിത്ത് എ ബാറ്ററി. ഓക്കെ, ബാറ്ററി ഓഫ് ദ സെയിം വോൾട്ടേജ്. ഓക്കെ, സെനറിന്റെ വോൾട്ടേജിന് ഇക്വലന്റ് ആയിട്ടുള്ള ബാറ്ററി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ അവിടെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഇപ്പോ വിയുടെ വാല്യൂ ലെസ് ദാൻ വി ഇസഡ്. ഓക്കെ, അതായത് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ഓക്കെ വിയുടെ വാല്യൂ എന്താണ്? വി ഇസഡിനെക്കാട്ടിയും കുറവാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നാൽ സെനറിൽ ബ്രേക്ക് ഡൗൺ മെക്കാനിസം അവിടെ വർക്ക് ചെയ്യത്തില്ല. സെനർ എന്തായിരിക്കും? അവിടെ ഓഫ് സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ജനറൽ കേസ് ആയിട്ട് പറഞ്ഞു. നമ്മൾ കറക്റ്റായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. അപ്പോൾ വി ഇസഡിനെ കാട്ടിയും വിയുടെ വാല്യൂ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പോൾ അത് എന്ത് സ്റ്റേറ്റ് ആണ്? അതവിടെ നമുക്ക് ഓഫ് സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഐയുടെ വാല്യൂ ഇത് നമുക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഐ ഇസഡ് ഇങ്ങോട്ട് എന്തെങ്കിലും വരണോ? കാരണം ഇവിടെ നമ്മളിപ്പോൾ ഇതൊരു റോഡായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, റോഡ്. അപ്പോൾ റോഡിൽ കൂടി ഇങ്ങനെ വണ്ടിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ഒരു പാല് നമ്മൾ പൊളിച്ചിട്ടു. ഓക്കെ, ഇവിടെ പാല് എന്ത് ചെയ്യുന്നില്ല? ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് പിന്നെ ഒരു വണ്ടിയിൽ പോകുമോ? പോകത്തില്ല. കാരണം എന്താ? ഇവിടെ വന്ന പാലം ഇല്ല. സോ എന്ത് ചെയ്യും? അവിടെ വണ്ടി പോകത്തില്ല. നേരെ എന്ത് ചെയ്യും? ഈ പാത്ത് തന്നെ ഫോളോ ചെയ്യും. എല്ലാവരും ഇതുവഴി പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഐയുടെ വാല്യൂ എന്തായി മാറുന്നു? ഐ എല്ലായിട്ട് മാറുന്നു. ഐ ഇസഡ് എന്താണ്? അവിടെ നമുക്ക് 0 ആണ് കിട്ടുന്നത്. ഓക്കെ, ഐ ഇസഡിന്റെ വാല്യൂ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടലി ഇൻപുട്ട് വോൾട്ടേജ് എന്തൊക്കെയായിട്ട് മാറുന്നുണ്ട്? ഇൻപുട്ട് വോൾട്ടേജ് അവിടെ ഐ ഇൻറ്റു ആർ പ്ലസ് വി സീറോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ അവിടെ പോകുന്നത് ദാറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് ഓക്കെ ഇവിടെ പോകുന്ന ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ് എത്രയാണ്? ദാറ്റ് ഈസ് ഐ ഇൻറ്റു ആർ. കാരണം അതുവഴി പോകുന്ന കറണ്ട് ഐ ആണ്, അതിന്റെ റെസിസ്റ്റൻസ് ആർ ആണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഐ ഇൻറ്റു ആർ എന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അത് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വി ഐ മൈനസ് വി സീറോ ആയിരിക്കും എന്താണ് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജ്. കാരണം ഇൻപുട്ട് വോൾട്ടേജ് ഒരു ഡയറക്റ്റ് ഇവിടെ ഔട്ട്പുട്ടിൽ പോകുന്നു. ഓക്കെ, സെനർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പവർ ഡെസിപ്പേഷൻ എന്തായിരിക്കും? വളരെ പവർ ഡെസിപ്പേഷൻ കാണത്തില്ല. കാരണം എന്താ? സെനർ ഇല്ലല്ലോ, അവിടെ ആബ്സെന്റ് അല്ലേ, നമ്മൾ റിമൂവ് ചെയ്തിരിക്കും അല്ലേ. ഓക്കെ, കാരണം റിമൂവ് ചെയ്യുക മീൻസ് ഇളക്കി മാറ്റുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ വോൾട്ടേജ് കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പൺ സർക്യൂട്ടിന് ഇക്വലന്റ് ആയിട്ടാണ് സെനർ എന്ത് ചെയ്യുന്നത്? അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ ആ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. ഫസ്റ്റ് കേസിൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജും ലോഡ് റെസിസ്റ്ററും എന്തായിരുന്നു? അവിടെ ഫിക്സഡ് ആയിരുന്നു. ഓക്കെ, ഇത് രണ്ടാമത്തെ കേസ് നോക്കാം. സെക്കൻഡ് കേസ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കേസ് എങ്ങനെ വരും? ദാറ്റ് ഈസ് നമ്മുടെ സെക്കൻഡ് കേസിൽ ഇറ്റ് ഈസ് ഫിക്സഡ് ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് എന്താണ്? അവിടെ ഫിക്സഡ് ആണ്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് അവിടെ ഫിക്സഡ് ആണ്. പക്ഷേ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മുടെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എങ്ങനെയാണ്? വേരിയബിൾ ലോഡ് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇൻപുട്ട് വോൾട്ടേജ് ഫിക്സഡ് ആണ്. പക്ഷേ ലോഡ് റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വേരിയബിൾ ലോഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ടു കാണും ഫിഗറിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്തിരിക്കുന്നു? ഒരു വേരിയബിൾ റെസിസ്റ്റേഴ്സ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ വേരിയബിൾ റെസിസ്റ്റേഴ്സ് അവിടെ കണക്ട് ചെയ്യണമെങ്കിൽ എന്താണ് പറയുന്നത്? നമുക്ക് അവിടെ ഔട്ട്പുട്ട് വരുന്ന ലോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നു. അങ്ങനെ വരാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സർക്യൂട്ട് ഇന്നൊരു ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ലാബിലൊക്കെ ബാറ്ററി എലിമിനേറ്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾ അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡിൽ ബാറ്ററി എലിമിനേറ്റേഴ്സ് യൂസ് ചെയ്ത് പൊട്ടൻഷ്യൽ മീറ്റേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ബാറ്ററി എലിമിനേറ്ററിൽ ഇന്ന കമ്പോണന്റ് കണക്ട് ചെയ്യാവൂ എന്ന് നമ്മളോട് പറയുന്നില്ല. ഓക്കെ, നമ്മളോട് ചില സമയത്ത് പൊട്ടൻഷ്യൽ മീറ്റർ കണക്ട് ചെയ്യും, ചില സമയത്ത് റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്യും, ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? മറ്റ് പല സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇതിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. അങ്ങനെ പല ആപ്ലിക്കേഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ലോഡ് വരുന്നത്. ഓക്കെ, ഒരിക്കലും ലോഡ് എപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ആ ലോഡ് എപ്പോഴും കറക്റ്റ് ഇന്ന സ്പെസിഫിക് ആയിട്ട് അവിടെ നിൽക്കുന്നില്ല. ഓക്കെ, കറക്റ്റ് ഒരു പെർഫെക്റ്റ് വാല്യൂ ആയിട്ട് അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഓക്കെ, അപ്പോൾ അവിടെ ലോഡിന് എന്ത് ചെയ്യുന്നുണ്ട്? വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ലോഡിന് വേരിയേഷൻ വരുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടെ ഒരു
വേരിയബിൾ റെസിസ്റ്റേഴ്സ് വെച്ച് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ലോഡിന് തന്നെ വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ലോഡ് വേരി ചെയ്താലും നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ലോഡ് മാറ്റി മീൻസ് ഞാനിപ്പോൾ ഇതിനകത്ത് നമ്മുടെ പൊട്ടൻഷ്യൽ മീറ്റർ ചെയ്യാൻ വേണ്ടി ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തു. പക്ഷേ ഞാൻ കൊണ്ടുവന്ന് വേറൊരു അപ്പാരറ്റസ് കണക്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് എന്ത് സംഭവിക്കാം, ചില സമയത്ത് അവിടെ കറണ്ട് ഡ്രോപ്പ് ആവാം, അല്ലെങ്കിൽ വോൾട്ടേജ് വേരി ചെയ്യാം. പക്ഷെ അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല. എന്ത് കണക്ട് ചെയ്താലും 6 വോൾട്ട് ആണ് ഔട്ട്പുട്ട് കിട്ടേണ്ടെങ്കിൽ എന്ത് കിട്ടുക, 6 വോൾട്ട് തന്നെ ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അവിടെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പറയുന്നുണ്ട് നമുക്കൊരു കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് V0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം നമ്മളുടെ RL എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, വെൻ RL വേരീസ് ടു കീപ് RL I into RL കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ RL വേരി ചെയ്യുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് കറണ്ട് കിട്ടണമെങ്കിൽ, ഓക്കെ, അതായത് നമുക്കിപ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു I into R ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നു നമ്മുടെ ലോഡ് മാറുന്നു. ഓക്കെ, RLന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. RL ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ RL ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തുകൂടി ചെയ്യുക, നമ്മുടെ I കൂടി മാറും. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ 5 + 2 ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടുന്നു. ഓക്കെ, 5 + 2 5 2 7 ആണ്. ഓക്കെ, 5 2 7. അപ്പോൾ ഞാൻ ഇത് എൻ്റെ RLന്റെ വാല്യൂ എന്ന് വെച്ചോളൂ. ഓക്കെ, RLന്റെ വാല്യൂ. അപ്പോൾ നമുക്കിവിടെ 5 ആംപിയർ കറണ്ടും 2 ഓം റെസിസ്റ്റൻസും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ അവിടെ വരുന്നത്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, നോർമൽ അഡിഷൻ നിൽക്കട്ടെ, സിമ്പിൾ. ഓക്കെ, അപ്പോൾ അഡിഷൻ ചെയ്തു എന്ന് വെച്ചോളൂ. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 7 കിട്ടുന്നു. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ഈ 2ന്റെ വാല്യൂ മാറ്റുക. അപ്പോൾ ഞാൻ ഇവിടെ 2 എന്താക്കി മാറ്റി, 3 ആക്കി മാറ്റി. ഓക്കെ, ലോഡ് അവിടെ കൂടി 3 ആക്കി. ആ ഒരു സമയത്ത് ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് 5 എന്ത് ചെയ്യണം, അവിടെ കുറയണം. എന്താ 4 ആയിട്ട് മാറണം. എന്നാലും എന്ത് ചെയ്യത്തുള്ളൂ, ഔട്ട്പുട്ട് നമുക്ക് അവിടെ 7 ആയി നിൽക്കുകയുള്ളൂ. അടുത്തത് ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലോഡ് വീണ്ടും മാറുന്നു. ലോഡ് അവിടെ 1 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, അവിടെ 6 ആയി മാറണം. എന്നാലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 7 ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മുടെ ലോഡ് എങ്ങനെ മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ലോഡ് മാറുന്നതനുസരിച്ചിട്ട് എന്തുകൂടി മാറുക, അവിടുത്തെ കറണ്ട് മാറുക. കറണ്ട് മാറിയിട്ട് എന്ത് ചെയ്യണം, അവിടെ വോൾട്ടേജ് നമുക്ക് കോൺസ്റ്റന്റ് ആക്കി നിർത്തണം. ഓക്കെ, നമുക്ക് അതാണ് പർപ്പസ് എന്ന് പറയുന്നത്. വോൾട്ടേജ് അവിടെ എന്ത് ചെയ്യുക, ഫിക്സ് ആക്കി നിർത്തുക. ദാറ്റ് ഈസ് to keep the IL should vary accordingly. That is RL is maximum, IL should be minimum. Okay, അതാണ് പറഞ്ഞത്. RL മാക്സിമം ആവുമ്പോൾ IL എന്താവണം, അവിടെ മിനിമം ആവണം. Okay, when RL is minimum, IL should be maximum. In this analysis, we calculate the range of RL values which will ensure Zener diode to be on state so that output voltage is constant. Okay, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് നമ്മൾ അതിനെ കോൺസ്റ്റന്റ് ആക്കാൻ വേണ്ടി, ഓക്കെ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആണ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ Zener diode എന്താക്കി വെക്കുന്നു, ഓൺ സ്റ്റേറ്റിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുവാണ്. RLന്റെ വാല്യൂ മിനിമവും ILന്റെ വാല്യൂ മാക്സിമവും. മനസ്സിലായോ സിറ്റുവേഷൻ? RL ഞാൻ പറഞ്ഞല്ലോ, RL മിനിമം ആവുന്ന സമയത്ത് IL മാക്സിമം ആവുക, IL മാക്സിമം ആവുന്ന സമയത്ത് IL മിനിമം ആവുക. നമ്മളത് ഇവിടെ ഒരു അഡിഷൻ പ്രോസസ്സ് നമ്മളത് കണ്ടതാണ്. നമുക്കവിടെ ആ ഒരു വേരിയേഷൻ വന്നാലേ ഔട്ട്പുട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിക്സ് ആക്കി നിർത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ, ഒരു വേരിയബിൾ മാറുന്നുണ്ടെങ്കിൽ മറ്റൊരു വേരിയബിൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് മാറിയാൽ ആ എഫക്ട് നമുക്ക് നള്ളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവിടെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലും അത് തന്നെയാണ് ഇവിടെ നമുക്ക് സംഭവിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് കേസിൽ പറയുവാണ് RLന്റെ വാല്യൂ മിനിമവും ILന്റെ വാല്യൂ മാക്സിമവും. ഓക്കെ, RL മിനിമവും IL മാക്സിമവും. അപ്പോൾ നമ്മുടെ സെനർ ഡയോഡ് ഓൺ സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദ VZ. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VZനെ കാട്ടി അവിടെ എന്തായിരിക്കണം, കൂടുതൽ ആയിരിക്കണം. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജ് VI ആണ് കേട്ടോ, കറക്റ്റ് ചെയ്തോളത്, VI ആണ്. VI ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VZ ആയിരിക്കണം. സോ അവിടെ നമുക്ക് VI into RL divided by RL plus RL. ഓക്കെ, V0 തന്നെ കേട്ടോ, V0, കാരണം ഇൻപുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് V0 തന്നെ കേട്ടോ, V0 വെച്ചേക്കാം. സോ V0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VZ ആണ്. ദാറ്റ് ഇസ് VI RL ഡിവൈഡ് ബൈ R പ്ലസ് RL ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VZ ആയിരിക്കണം. എന്തായിരിക്കണം, VZനെ കാട്ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. That is the minimum condition required for Zener diode should be on state. Okay, that is VI RL divided by R plus RL is equal to VZ ആണ്. Then നമുക്ക് എന്ത് പറയാം, the RL in the equation will be minimum. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് RL എന്ത് വാല്യൂ നിൽക്കുന്നത്, മിനിമം വാല്യൂ ആണ്. ഓക്കെ, RL മിനിമം ആണ്, ആ ഒരു സമയത്ത് IL മാക്സിമം നിൽക്കുന്നത്. അപ്പോൾ RL എല്ലാം മിനിമം വാല്യൂസ് ആണ് നിൽക്കുന്നത്. VI into RL മിനിമം,
ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ എൽ ഇൻറ്റു മിനിമം ഇസ് ഈക്വൽ ടു വി സെഡ് ആണ്. നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒപ്റ്റെയിൻ ചെയ്യുന്ന വാല്യൂ ആർ എൽ മിനിമം ഇസ് ഈക്വൽ ടു വി സെഡ് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ വി ഐ മൈനസ് വി സെഡ്. ഓക്കെ, ആർ എൽ മിനിമം ഈസ് ഈക്വൽ ടു വി സെഡ് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ വി ഐ മൈനസ് വി സെഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുവാണ് ഈ ഒരു റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഓക്കെ, ദിസ് ഇസ് ദ മിനിമം വാല്യൂ ഓഫ് ദ ലോ റെസിസ്റ്റൻസ് ദാറ്റ് എൻഷുർ ദ സെനർ ഡയോഡ് ഇൻ ഓൺ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സെനർ എന്തായിരിക്കും? അവിടെ ഓൺ സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ അതർ വേർഡ്സ് ദ വാല്യൂ ഓഫ് ആർ എൽ ലെസ് ദാൻ ദിസ് വി ഐ ഇൻറ്റു ആർ എൽ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ എൽ വിൽ ബി ലെസ് ദാൻ വി സെഡ് മേക്കിംഗ് ദ സെനർ ഡയോഡ് ഇൻ ദ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു ലോ റെസിസ്റ്ററിന്റെ വാല്യൂ ഓക്കെ മിനിമം ആണെങ്കിൽ എന്തായിരിക്കും? സെനർ ഓൺ സ്റ്റേറ്റ് ആയിരിക്കും. ഇല്ല തിരിച്ചു വരുവാണെങ്കിൽ ഓക്കെ, തിരിച്ചാണ് വരുന്നതെങ്കിലോ? തിരിച്ചു വരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? തിരിച്ചാണ് വരുന്നതെങ്കിൽ അവിടെ സെനർ എന്തായിരിക്കും? ഓഫ് സ്റ്റേറ്റിലോട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ദാറ്റ് ഈസ് ആർ എൽ മിനിമം ആവുന്ന സമയത്ത് ഐ എൽ മാക്സിമം ആയിരിക്കും. അടുത്ത് എന്തായിരിക്കും? ആർ എൽ മിനിമം ആവുമ്പോൾ ഐ എൽ മാക്സിമം ആവും. തിരിച്ചു എന്ത് ചെയ്യാം? വൈസ് വേഴ്സ റിലേഷൻ അവിടെ വരാം. ഓക്കെ, ദാറ്റ് ഈസ് വി സീറോ ഇസ് ഈക്വൽ ടു ഐ എൽ ഇൻറ്റു ആർ എൽ. ദാറ്റ് ഈസ് വി സീറോ ഇസ് ഈക്വൽ ടു ഐ എൽ മാക്സിമം ഇൻറ്റു ആർ എൽ മിനിമം. ദാറ്റ് ഈസ് IL maxima is equal to V0 divided by RL minima is equal to VZ divided by RL minima വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ RL മിനിമയുടെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് IL maxima ഒബ്റ്റെയിൻ ചെയ്യാം. ദാറ്റ് ഇസ് IL maxima is equal to VI minus VZ into R. ഓക്കെ, IL maxima is equal to VI minus VZ into R. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വാല്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ആർ എൽ മിനിമവും ഐ എൽ മാക്സിമവും. ഓക്കെ, നമുക്ക് ആ എഫക്ട് എങ്ങനെ നള്ളിഫൈ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് കേസിൽ ചെയ്യാൻ പോകുന്നത് എന്താണ്? ദാറ്റ് ഈസ് ആർ എൽ മാക്സിമം ആണ് ഇപ്പോൾ. ഓക്കെ, എന്താണ്? ആർ എൽ മാക്സിമ. ഓക്കെ, ആർ എൽ മാക്സിമ ആണ്. ഐ എൽ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ നമുക്ക് അവിടെ മിനിമം വാല്യൂ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് കറണ്ട് ഉണ്ട്. ദാറ്റ് ഇസ് ഐ ഇസ് ഈക്വൽ ടു ഐ എൽ പ്ലസ് ഐ സെഡ് ആണ്. ആൻഡ് ഐ സെഡ് ഇസ് ഈക്വൽ ടു ഐ മൈനസ് ഐ എൽ. ഓക്കെ, അപ്പോൾ ഓൺ സ്റ്റേറ്റിലാവുമ്പോൾ ഓക്കെ, സെനറി ഓൺ സ്റ്റേറ്റിലാവുമ്പോൾ ഐ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ദിസ് മീൻസ് ദാറ്റ് ഐ എൽ ഇസ് മാക്സിമം. ഓക്കെ, ദാറ്റ് ഇസ് ഐ സെഡ് വിൽ ബി മിനിമം. ഓക്കെ, ഐ എൽ മാക്സിമം സമയത്ത് ഐ സെഡ് എന്തായിരിക്കണം? അവിടെ മിനിമം വാല്യൂ ആയിരിക്കണം. ദെൻ ഐ എൽ ഇസ് മാക്സിമം വെൻ ഐ സെഡ് എന്തായിരിക്കും? അവിടെ ഐ എൽ മിനിമം ആയിരിക്കും എപ്പോഴാ? ഐ സെഡ് മാക്സിമം ആവുമ്പോൾ. ഓക്കെ, നമ്മൾ ആ മാക്സിമം മിനിമം വാല്യൂസ് ഒക്കെ കൊടുത്തു. ദാറ്റ് ഇസ് ആർ എൽ മാക്സിമയുടെ ഇക്വേഷൻ കൊടുക്കുമ്പോൾ ആർ എൽ മാക്സിമ ഈസ് ഈക്വൽ ടു വി സീറോ ഡിവൈഡ് ബൈ ഐ എൽ മിനിമം എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. ആർ എൽ മാക്സിമം നിൽക്കുന്ന സമയത്ത് ഐ എൽ എന്താണ്? അവിടെ മിനിമത്തിലോട്ട് മാറണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു സിറ്റുവേഷനിൽ നമ്മൾ രണ്ടുപേരെയും ഫിക്സ് ആക്കി. ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് റെസിസ്റ്റൻസോടെ ഫിക്സ് ആക്കി നിർത്തി. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിക്കോളൂ. ഇവിടെ രണ്ടാമത് പറഞ്ഞത് എന്തായിരുന്നു? അവിടെ നമുക്ക് ആ ലോഡ് വേരി ചെയ്യുന്നു, ഇൻപുട്ട് വോൾട്ടേജ് ഫിക്സ്ഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ ലോഡ് റെസിസ്റ്റൻസ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിക്കൊക്കെയാണ് നമുക്ക് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ സാധാരണ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് എന്താണ്? ഫിക്സ്ഡ് ആണ്. ഓക്കെ, ലോഡ് ഫിക്സ്ഡ് ആണ്. ലോഡ് നമുക്ക് വേരിയേഷൻ ഒന്നുമില്ല. ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്ന ഫാക്ടേഴ്സ് അറിയായിരിക്കുമല്ലോ. ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ തന്നെ ആ ഒരു റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ തന്നെ എന്ത് ചെയ്യാം? ഇഷ്യൂസ് വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സെനർ ഡയോഡ് എന്ത് ചെയ്തു? സർക്യൂട്ടിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ആർ എൽ ഫിക്സ്ഡ് ആണ്. വി ഐ എന്ത് ചെയ്യുന്നു? വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വി ഐ മിനിമം വി ഐ എന്ത് ചെയ്യുന്നു? ഏറ്റവും കുറഞ്ഞ വാല്യൂ വരുവാണെങ്കിൽ ദാറ്റ് ഈസ് വി സീറോ ഇസ് ഈക്വൽ ടു വി സീറോ ആണ്. വി സീറോ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എൽ ഡിവൈഡ് ബൈ ആർ എൽ പ്ലസ് ആർ എൽ. ഓക്കെ, the condition required for standard diode in on state is equal to V0 is equal to VZ ആണ്. സോ അങ്ങനെ വരുമ്പോഴോ V is equal to R plus RL VZ divided by RL കിട്ടും. This is the minimum input voltage required to keep standard diode in the on state. ഓക്കെ, അപ്പോൾ ഇത്രയും വോൾട്ടേജ് എന്ത് ചെയ്യും? ഓൺ standard ഇവിടെ ഓൺ സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എൻ്റെ ആ ഒരു വിയുടെ മിനിമം വാല്യൂ നമ്മൾ നോക്കണം. അപ്പോൾ മിനിമം വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടാം? മിനിമം വാല്യൂ ഓഫ് VI is equal to I is equal to IZ plus IL ആണ്. V0 is equal to IL into RL. Okay, that is here V0 and RL are fixed. So also IL, the situation for standard current is maximum. Main current I will be maximum as the IL is fixed. Okay, അപ്പോൾ നമുക്ക് അവിടെ ഒരു വാല്യൂ കിട്ടാം. എന്താണ്? ദാറ്റ് ഈസ് VI maxima is equal to I maxima into R plus V നമ്മൾ വാല്യൂ അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സെനർ ഡയോഡിന്റെ കേസിൽ അവിടെ
ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 3 കേസസ് നോക്കുക. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ലൈൻ വേരിയേഷൻ. ഓക്കെ, ആ ഒരു വേരിയേഷൻ ഇവിടെ കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക. ഓക്കെ, ഇത് എക്സാമിനേഷന് സെൻറ്റർ അത്യാവശ്യം ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സെൻറ്റർ ഇതൊക്കെ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇത് പഠിക്കുക. ഓക്കെ, ദെൻ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫോർ ദ സർക്യൂട്ട് ഷോൺ ദ ഫിഗർ കാൽക്കുലേറ്റ് ഫസ്റ്റ് വൺ ഔട്ട്പുട്ട് വോൾട്ടേജ്, സെക്കൻഡ് വൺ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ സീരീസ് റെസിസ്റ്റൻസ് ആൻഡ് ദ കറണ്ട് ത്രൂ ദ സെനർ ഡയോഡ്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യണം. അതുപോലെ തന്നെ എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ സീരീസ് റെസിസ്റ്റൻസ്. സീരീസ് റെസിസ്റ്റൻസ് ഏതാണ്, ആ 7 കിലോ ഓം എന്ന് പറയുന്നതാണ് സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദ കറണ്ട് ത്രൂ ദ സെനർ ഡയോഡ്. സെനർ ഡയോഡിൽ കൂടി പോകുന്ന കറണ്ട്, അതായത് നമ്മുടെ ഐസെറ്റിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെനർ ഓൺ സ്റ്റേറ്റ് ആണോ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഓൺ സ്റ്റേറ്റ് ആയിരിക്കുമോ, നമുക്ക് എന്താണ് 30 വോൾട്ട് ആണ് സെനറിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്. സെനർ ഡയോഡ് 30 വോൾട്ടിന്റെ സെനർ ഡയോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് ഓൺ സ്റ്റേറ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഓൺ സ്റ്റേറ്റ് ആണെങ്കിൽ V is equal to VI into R divided by R plus R. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 53.3 കിട്ടുന്നുണ്ട്. സോ V Z 30 അല്ലേ ഉള്ളൂ. സോ എന്ത് തന്നെയാണ്, ഗ്രേറ്റർ തന്നെയാണ്. സോ എന്തായിരിക്കും, ഓൺ സ്റ്റേറ്റിൽ ആയിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഇത് സെനറിന്റെ വോൾട്ടേജ് എത്രയാണോ അതല്ലേ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ, അത് സെനറിന് എത്ര വോൾട്ടേജ് വരുന്നോ അതാണ് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ്. അതായത് നമുക്ക് സീരീസ് റെസിസ്റ്ററിനകത്ത് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, നമ്മൾ 100 വോൾട്ടാണ് ഇൻപുട്ടിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ ഇരിക്കുന്ന 7 കിലോ ഓമിന്റെ ഒരു റെസിസ്റ്റൻസ് ആണ്. സോ അതുകൊണ്ട് 70 വോൾട്ട് എന്ത് ചെയ്യും, അവിടെ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, ബാക്കി 30 വോൾട്ടാണ് എങ്ങോട്ട് സപ്ലൈ ആയി പോകുന്നത്, നമ്മുടെ ഈ സെനറിലോട്ട് പോകുന്നത്. ഓക്കെ, കറണ്ട് ത്രൂ ആർ നമുക്കിവിടെ പറയാം IL is equal to V0/R. സോ അവിടെ നമുക്ക് എത്ര കിട്ടും, 3.75 മില്ലി ആംപിയർ കിട്ടുന്നു. ലോഡ് കറണ്ട്, ഓക്കെ, കറണ്ട് ത്രൂ ആറില്ല, ലോഡ് കറണ്ട്. ഈ കറണ്ട് ത്രൂ ആറോ VA മൈനസ് V0/R ചെയ്യുക. ഓക്കെ, എത്ര കിട്ടും, 10 മില്ലി ആംപിയർ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കറണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സെനർ കറണ്ട് കിട്ടിക്കാം. ദാറ്റ് ഇസ് IZ is equal to I minus I1, 6.25 മില്ലി ആംപിയർ ആണ് അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കേസിൽ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പ്രോബ്ലം സെക്ഷൻ. ഇതുപോലത്തെ 2 പ്രോബ്ലംസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, എല്ലാം ഈ ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്തൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത്തരം പ്രോബ്ലംസ് ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് നമ്മുടെ സെനറിന്റെ കേസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഈ കണ്ടക്ടർ ഡയോഡ് ആപ്ലിക്കേഷൻ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ് ഈ ഒരു ടോപ്പിക്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ക്ലാസ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സുകളിൽ അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് കറക്റ്റായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.